അപ്പൊ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് ആണ്, ടെർപ്പ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നതാണ്. ഓക്കെ, റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ എന്ത് ചെയ്യാണ്? ഷെയർ ഇഷ്യൂ ചെയ്യാണ്. അത് ഏത് പ്രൈസിലായിരിക്കും ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്? ഇപ്പോ നിലവിലുള്ള പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസിലാണോ നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്? പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസിനായിരിക്കില്ല ഇഷ്യൂ ചെയ്യുക. പകരം എങ്ങനെയായിരിക്കും ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്? ഡിസ്കൗണ്ട് എന്താണ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ശരിക്കുള്ള ഷെയറിന്റെ വില $50 ആണെങ്കിൽ 10% ഡിസ്കൗണ്ട് അതിൽ നിന്ന് കുറച്ച് ഡിസ്കൗണ്ട് ഒരു 10% എന്ന് പറയുമ്പോൾ 50യുടെ 10% എന്ന് പറയുമ്പോൾ 5 അല്ല വരാം. അപ്പൊ 5 കഴിച്ച് എന്ത് ചെയ്യാം? 45നായിരിക്കും നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. സാധാരണ ബാക്കിയുള്ളവർക്കൊക്കെ വാങ്ങണമെങ്കിൽ എത്ര പേ ചെയ്യണം? 50 പേ ചെയ്യേണ്ട സ്ഥാനത്ത് നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എത്ര പേ ചെയ്താൽ മതി? $45 പേ ചെയ്താൽ മതി. ആ രീതിയിലായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന റൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നോക്കിയ റൈറ്റ് ഇഷ്യൂ എന്താണ്? ഇറ്റ്സ് ആൻ ഓഫർ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ടു സബ്സ്ക്രൈബ് ഫോർ ന്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് ടു ദി കറന്റ് മാർക്കറ്റ് വാല്യൂ. കറന്റ് മാർക്കറ്റ് വാല്യൂ എത്രയാണുള്ളത് അതിൽ നിന്ന് ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള വാല്യൂയിലായിരിക്കും എന്ത് ചെയ്യുക? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഷെയർ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. ഇത് ആക്ച്വലി ഓപ്ഷൻ ആണ്, റൈറ്റ് ആണ്. റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ വാങ്ങിയാൽ മതി. ഓക്കെ, ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ വാങ്ങിയാൽ മതി, ഒബ്ലിഗേഷൻ ഒന്നും അവിടെ ഇല്ല. ദെൻ അതും എക്സിസ്റ്റിംഗ് പ്രൊപ്പോഷനിലാണ് നമുക്ക് ഷെയർ വാങ്ങാൻ വേണ്ടി പറ്റുക. സേ ഫോർ എക്സാമ്പിൾ ABC കമ്പനിക്ക്, ABC ലിമിറ്റഡിന് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 100,000 ഉള്ളതെന്ന് അസ്യൂം ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അതില് എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ, അയാൾക്ക് ടോട്ടൽ ഒരു 20,000 ഷെയർസ് കമ്പനിയുടെ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 100,000 എത്ര ശതമാനമാണ് എ ഹോൾഡ് ചെയ്യുന്ന ഷെയർ? 20,000 ഡിവൈഡഡ് ബൈ 100,000 എന്ന് പറയുമ്പോൾ ടോട്ടൽ 20% ഷെയർസ് ആണ് എ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ കമ്പനി റൈറ്റ് ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിക്കാം. റൈറ്റ് ഇഷ്യൂ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഒരു 10,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തെങ്കിൽ, റൈറ്റ് ഇഷ്യൂ ടോട്ടൽ 10,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൽ എക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതിന്റെ 20% ആയിരിക്കും. അപ്പൊ 10,000 ആണ് ടോട്ടൽ റൈറ്റ് ഇഷ്യൂ എങ്കിൽ അതിന്റെ 20% ആയ 2,000 ആയിരിക്കും വാങ്ങാം, എക്ക് വാങ്ങും. ബാക്കി 8,000 ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. അപ്പോൾ സെയിം പ്രൊപ്പോർഷനിലാണ് ഷെയർ വാങ്ങാൻ പറ്റുക. ഇപ്പോൾ എന്ന് പറയുന്ന എന്താണ് ഇൻഡിവിജ്വൽ 10% ഷെയർസ് ആണ് ഓൾറെഡി ഹോൾഡ് ചെയ്തെങ്കിൽ റൈറ്റ് ഇഷ്യൂവിന്റെ 10% പർച്ചേസ് ചെയ്യാം. 1% ആണ് ടോട്ടൽ ഷെയറിന്റെ 1% ആണ് എ ഹോൾഡ് ചെയ്യുന്നെങ്കിൽ റൈറ്റ് ഇഷ്യൂ ചെയ്തതിനാൽ അതിന്റെ 1% എന്ത് ചെയ്യാം? എക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെയായിരിക്കും റൈറ്റ് ഇഷ്യൂ ഉണ്ടാവുക. ഇനി നമ്മൾ മെയിൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടർപ്പാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ടർപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് എക്സാമ്പിൾ ആയിട്ട് തന്നെ പറയാം. ഇപ്പോൾ നമ്മളുടെ കറന്റ് മാർക്കറ്റ് വാല്യൂ $10 ആണ്. അതിന് എന്ത് ചെയ്യുക? ഒരു 10% ഡിസ്കൗണ്ട് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇഷ്യൂ പ്രൈസ് എത്രയായിരിക്കും വരാം? മാർക്കറ്റ് പ്രൈസ് $10 ആണെന്ന് വിചാരിക്കുക. 10% ഡിസ്കൗണ്ട് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തെങ്കിൽ നമ്മുടെ ഇഷ്യൂ പ്രൈസ് എത്രയാവും? അതായത് 10% കഴിച്ച് ബാക്കി 90% എടുക്കണ്ടേ? 10% ഡിസ്കൗണ്ട് ആണെങ്കിൽ 90% എടുക്കുക. അപ്പൊ 9 ആയിരിക്കും എന്ത് വരാം? ഇഷ്യൂ പ്രൈസ് വരാം. നെക്സ്റ്റ് അറിയേണ്ട ഇഷ്യൂ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ കമ്പനിക്ക് ഒരു പർപ്പസ് ഉണ്ടാവുമല്ലോ ഫണ്ട് റേസ് ചെയ്യാനായിട്ട്. വെറുതെ ഫണ്ട് റേസ് ചെയ്യുന്നല്ലോ, നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസിന് ടോട്ടൽ വേണ്ട എമൗണ്ട് സേ ഫോർ എക്സാമ്പിൾ 180,000 ആണ് അസ്യൂം ചെയ്യുക. ഒരു ഷെയർ ഇഷ്യൂ ചെയ്തതിനാൽ നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ എത്രയാണ് എമൗണ്ട് തരാം? 9 അല്ലേ തരാം? ഒരു ഷെയർ ഇഷ്യൂ ചെയ്തതിനാൽ പ്രൈസ് എത്ര വരുന്നത്? 9 അല്ലേ വരുന്നത്? അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടി വരാം? 180,000 ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180,000 ഡിവൈഡഡ് ബൈ 9 ചെയ്താൽ പോരെ? 20,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടി വരാം. അതാണ് ഇഷ്യൂ ക്വാണ്ടിറ്റി വരാം. ടേംസ് ഓഫ് ഇഷ്യൂ ആണ് ഇതിനടുത്ത് നോക്കേണ്ടത്. ടേംസ് ഓഫ് ഇഷ്യൂ നമ്മൾ എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർസ് എത്രയും നോക്കുക. എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർസ് സേ ഫോർ എക്സാമ്പിൾ 80,000 ആണെന്ന് അസ്യൂം ചെയ്യാം. എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർസ് അതായത് റൈറ്റ് ഇഷ്യൂവിന് മുമ്പുള്ള എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർസ് 80,000 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടേംസ് ഓഫ് ഇഷ്യൂ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? 80,000 ഇങ്ങനെ ചെയ്യേണ്ടത് 80,000 ഡിവൈഡഡ് ബൈ 20,000 ചെയ്യും. 4 കിട്ടിയല്ലോ. ഈ 4 എന്താ മീൻ ചെയ്യുന്ന വെച്ചാൽ 4 ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു റൈറ്റ് ഇഷ്യൂ ആണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. 80,000 ഷെയർ ഉള്ളവർക്കല്ലേ 20,000 ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്? 80,000 എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർസ് ഉള്ളവർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 20,000 ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 4 ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒരു ഷെയർ ഒരു റൈറ്റ് ഇഷ്യൂ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ടേംസ് ഓഫ് ഇഷ്യൂ ഇങ്ങനെയാണ് പറയാ, 144 എന്നായിരിക്കും പറയാം. 144 4 ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു റൈറ്റ് ഇഷ്യൂ.
നെക്സ്റ്റ് ഇനി ടെർപ്പ് കാൽക്കുലേഷൻ ആണ്. ടെർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എക്സ് റൈറ്റ് പ്രൈസ് എന്നാണ്. എക്സ് റൈറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള പ്രൈസാണ്. നമ്മളിങ്ങനെ പറയുമല്ലോ, എന്താണ് എക്സ് ഡിവിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേം പഠിച്ചിട്ടില്ല. എക്സ് ഡിവിഡന്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള പ്രൈസിനെ അല്ലേ എക്സ് ഡിവിഡന്റ് ഷെയർ പ്രൈസ് എന്ന് വിളിക്കാം. അതേപോലെ എക്സ് റൈറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഇഷ്യൂവിന് ശേഷമുള്ള പ്രൈസിനെയാണ്, റൈറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള പ്രൈസിനെയാണ് എക്സ് റൈറ്റ് പ്രൈസ് എന്ന് വിളിക്കുക. അതും തിയററ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് കോൺസെപ്റ്റില് കറക്റ്റ് ഒന്നും ആവില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആവറേജ് ചെയ്തിട്ട് ഒരു പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയായിരിക്കും ആ പ്രൈസ് വരുന്നുണ്ടാവുക എന്നുള്ളതാണ് നോക്കുന്നത്. ആവറേജ് ചെയ്യേണ്ട, വെയിറ്റഡ് ആവറേജ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എത്ര റൈറ്റ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്? നാല് ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു ഷെയർ അല്ലേ നമ്മൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ ഒരു റൈറ്റ് ഇഷ്യൂവിന്റെ പ്രൈസ് എത്ര വരുന്നത്? 9 അല്ലേ വരുന്നത്? ഒരു റൈറ്റ് ഇഷ്യൂവിന് 9 അല്ലേ പ്രൈസ് വരുന്നത്? ഓക്കെ, നെക്സ്റ്റ് എക്സിസ്റ്റിംഗ് ഷെയർ എത്രയാ? 4 അല്ലേ? ആ 4ന് എത്രയാ പ്രൈസ് വരുന്നത്? 10 അല്ലേ പ്രൈസ് വരാം? ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ഷെയറിന്റെ വില എത്രയായിരുന്നു? 10 അല്ലേ? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്ര? 1 + 4 = 5 അല്ലേ വരാം? അങ്ങനെയാണെങ്കിൽ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൈസിനെയാണ് തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് എന്ന് വിളിക്കുക. 9.8 ആണ് വരാം. ഇനി ഇതല്ലാതെ നേരത്തെയുള്ള ആ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ടെർപ്പ് കണ്ടുപിടിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരാം? അതായത് ടോട്ടൽ റൈറ്റ് ഇഷ്യൂന്റെ നമ്പർ എത്രയോ? 20,000 റൈറ്റ് ഇഷ്യൂ അല്ലേ നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്? 20,000 ടോട്ടൽ നമ്പർ ഓഫ് റൈറ്റ് ഇഷ്യൂ 20,000 അല്ലേ? അതിനെല്ലാത്തിനും പ്രൈസ് എത്രയോ? ടോട്ടൽ പ്രൈസ് 9 അല്ലേ? ഓരോ ഷെയറിനും നമ്മൾ 9 വെച്ചിട്ടല്ലേ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെടുക്കുക. ടോട്ടൽ എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 80,000 അല്ലേ? അതിന്റെ പ്രൈസ് എത്രയാ? 10 അല്ലേ? ഇത് എടുക്കുക. ഡിവൈഡഡ് ബൈ, അപ്പൊ ടോട്ടൽ എത്രയാവും? ഓൾറെഡി 50,000 ഉണ്ടായിരുന്നു, 20,000 എക്സ്ട്രാ കമ്പനി ഇഷ്യൂ ചെയ്യാണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാകും? 100,000 അല്ലേ ആവാ? അപ്പൊ അത് വെച്ചിട്ട് ആവറേജ് ചെയ്യുക 9.8. ഓക്കെ അല്ലേ? ഇനി വാല്യൂ ഓഫ് എ റൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, വാല്യൂ ഓഫ് എ റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടെ നമുക്ക് എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, ഇപ്പോ വാല്യൂ ഓഫ് എ റൈറ്റ് ടെർപ്പ് മൈനസ് ഇഷ്യൂ പ്രൈസ്. ടെർപ്പിന്ന് ഇഷ്യൂ പ്രൈസ് കുറക്കുക. ടെർപ്പ് എത്ര വരുന്നത്? 9.8 അല്ലേ? എത്രയാണ് ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത്? 9 അല്ലേ? അപ്പൊ 9 ലെസ് ചെയ്യുക. അപ്പോ 0.8 ആണ് നമ്മളെ വാല്യൂ ഓഫ് എ റൈറ്റ് വരിക. അതെന്താ ഉദ്ദേശിച്ചത്? വാല്യൂ ഓഫ് എ റൈറ്റ് എന്തായിരിക്കും? അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ചിന്തിക്കുകയാണെങ്കിൽ ഷെയർ ഇപ്പൊ എത്ര വിലക്ക് വാങ്ങിയതാ? 9 കൊടുത്തിട്ടല്ലേ ഷെയർ വാങ്ങിയിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ അതിന്റെ വില റൈറ്റ് ഇഷ്യൂവിന് ശേഷം എത്ര ആയിട്ടുണ്ട്? 9.8 ആയില്ലേ? വിച്ച് മീൻസ് എത്ര കൂടിയിട്ടുണ്ട്? പേ ചെയ്ത പ്രൈസിനേക്കാൾ എത്ര കൂടുതലാണ് വില വരുന്നത്? 0.8 അല്ലേ? റൈറ്റ് ഇഷ്യൂ വാങ്ങാൻ വേണ്ടിക്ക് 9 രൂപ കൊടുത്തു, ഷെയർ വാങ്ങാൻ വേണ്ടിക്ക് 9 രൂപ കൊടുത്തു, $9 കൊടുത്തു. എന്നിട്ട് റൈറ്റ് ഇഷ്യൂവിന് ശേഷം എന്തായിട്ടുണ്ട്? ഷെയറിന്റെ വില എത്ര ആയിട്ടുണ്ട്? 9.8 ആയി. അപ്പൊ 9.8 വാല്യൂ ഉള്ള ഷെയർ ആണ് 9 കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് നമുക്ക് വർത്ത് വരുന്നത് എക്സ്ട്രാ? നമ്മൾ കൊടുത്തതിനേക്കാൾ കൂടുതലായിട്ട് എത്ര വർത്ത് വരുന്നുണ്ട്? 0.8 വരുന്നില്ലേ? ഇതിനെയാണ് വാല്യൂ ഓഫ് എ റൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ വാല്യൂ ഓഫ് എ റൈറ്റ് എന്ന് പറയുന്നത് എന്താ? റൈറ്റ് ഇഷ്യൂവിന് ശേഷമുള്ള പ്രൈസ് ആയ ടെർപ്പ് മൈനസ് ഈ ഷെയർ ഹോൾഡർ ഈ ഷെയർ വാങ്ങാൻ വേണ്ടി കൊടുത്ത പ്രൈസ്, അതായത് ഇഷ്യൂ പ്രൈസ്. നെക്സ്റ്റ്, ഇനി വാല്യൂ ഓഫ് എ റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ ആണ് ലാസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. വാല്യൂ ഓഫ് എ റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിക്ക് 0.8, അതായത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ഡിവൈഡഡ് ബൈ ഒരു റൈറ്റ് ഇഷ്യൂ കിട്ടണമെങ്കിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് വേണം? ഒരു റൈറ്റ് ഇഷ്യൂ കിട്ടണമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിന്റെ എണ്ണം എത്ര ആയിരിക്കണം? ഈ എക്സാമ്പിളില് 4 അല്ലേ ഞാൻ പറഞ്ഞേ? 4 ഷെയർ വേണമെന്നല്ലേ പറഞ്ഞേ? അപ്പൊ 0.8നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് 0.2ന്റെ വർത്താണ് കിട്ടാൻ പോകുന്നത്. അതായത് ഒരു റൈറ്റ് ഇഷ്യൂ വാങ്ങിക്കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടുന്ന വർത്ത് എന്ന് പറയുന്നതാണ് 0.8. അതാണ് നമ്മൾ വാല്യൂ ഓഫ് എ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. ഒരു റൈറ്റിന്റെ വാല്യൂ ഓഫ് എ റൈറ്റ്, ഒരു റൈറ്റിന് കിട്ടുന്ന വാല്യൂ ആണ് ആക്ച്വലി 0.8. ആ ഒരു റൈറ്റ് കിട്ടണമെങ്കിൽ നമ്മളെ കയ്യിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് വേണമെന്നാണ് പറഞ്ഞത്? 4 ഷെയർ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒരു ഷെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് എത്ര വർത്താണ് ഇതിൽ നിന്ന് കിട്ടുക? 0.2 ആണ് കിട്ടുക. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിച്ച? 0.8 ഡിവൈഡഡ് ബൈ 4.